അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലേണ്ടുന്ന ദിക്റുകളെ സംബന്ധിച്ചും ദുആകളെ സംബന്ധിച്ചുമാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് ഇമാം നസാഇ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അസ്സുനനുൽ കുബ്രയിൽ അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, മൻ ഖറഅ ആയത്തൽ കുർസിയ്യി ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ മക്തൂബ, ആരെങ്കിലും എല്ലാ 5 നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്ത്, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് അയാളെ പിന്നെ അയാളുടെ മരണമല്ലാതെ തടയുകയില്ല. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ സുഖാനുഗ്രഹങ്ങളിലേക്ക് അയാൾക്ക് പോകാൻ മരണമാണ് തടസ്സം. എന്ന് പറഞ്ഞാൽ മരിച്ച ഉടനെ ഖബറിൽ സ്വർഗീയമായ സുഖാനുഗ്രഹങ്ങളിൽ ആ വ്യക്തി പ്രവേശിപ്പിക്കപ്പെടും എന്നാണ്. അതുകൊണ്ട് തന്നെ ഓരോ 5 വഖ്ത് നമസ്കാരത്തിന് ശേഷവും മറന്നു പോവാതെ നാം ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. ആയത്തുൽ കുർസി എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബഖറയിലെ 2-ാം അധ്യായത്തിലെ 255-ാമത്തെ ആയത്താണ് ആയത്തുൽ കുർസി എന്നറിയപ്പെടുന്നത്. ആയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഷ്ഹൂറാണ്. ഖുർആനിലെ ഓരോ വചനങ്ങൾക്കുമാണ് ആയത്ത് എന്ന് പറയുന്നത്. ആയത്തുൽ കുർസി എന്ന് പറയാൻ കാരണം ഈ ആയത്തിൽ അള്ളാഹുവിൻ്റെ കുർസിയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. വിശദമായി ഈ ആയത്തിനെ നാം മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ഈ ആയത്തിനെ നമുക്ക് മറ്റൊരിക്കൽ വിശദമായി പഠിക്കാം. എന്നാലും ഈ ആയത്തിലുള്ള അർത്ഥം ഒന്ന് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കി പോകാം. ഈ ആയത്തിൻ്റെ പ്രത്യേകത പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്താണ്. അള്ളാഹു ചില ആയത്തുകളെ മറ്റു ചില ആയത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു, ചില സൂറത്തുകളെ മറ്റു ചില സൂറത്തുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് പോലെ. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ, അള്ളാഹു സൃഷ്ടിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്തായി അള്ളാഹു തിരഞ്ഞെടുത്ത ആയത്താണ് ആയത്തു അൽ കുർസി. ഇതിൽ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅബൂദ്, ഐ മദ്ഉ, പ്രാർത്ഥിക്കപ്പെടുന്നവൻ. അല്ലാഹുവല്ലാതെ പ്രാർത്ഥിക്കപ്പെടുന്നവനോ ആരാധിക്കപ്പെടുന്നവനോ വേറെയില്ല. അപ്പോൾ സാക്ഷാൽ ആരാധ്യൻ അല്ലാഹു മാത്രമാണ്. അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും പാടുള്ളൂ. എന്താണ് അതിനുള്ള കാരണങ്ങൾ? ആ കാരണങ്ങളാണ് പിന്നീട് പറയുന്നത്. 10ഓളം കാരണങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് അൽ ഹയ്യു, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, പരിപൂർണമായ ഹയാത്തിൻ്റെ ഉടമ അല്ലാഹു മാത്രമാണ്. അവൻ്റെ ഹയാത്തിന് തുടക്കവുമില്ല, അവൻ്റെ ഹയാത്തിന് ഒടുക്കവുമില്ല. എന്നാൽ സൃഷ്ടികളുടെ ഹയാത്തിന് തുടക്കവുമുണ്ട്, അതിന് ഒടുക്കവുമുണ്ട്. അപ്പോൾ അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ, കുറവ് വരാത്ത, നിന്നു പോകാത്ത, നിലച്ചു പോകാത്ത ഹയാത്ത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തത് അവൻ മറ്റുള്ളവർക്ക് ഹയാത്ത് നൽകുന്നു. യുഹ്യീ വയുമീത്ത്, അവൻ ജീവിതം നൽകുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സകല സൃഷ്ടികൾക്കും ഹയാത്ത് നൽകുന്നവൻ, എന്നാൽ തൻ്റെ ഹയാത്തിൽ തുടക്കമോ ഒടുക്കമോ ഇല്ലാത്തവൻ. ഫതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്,
ഒരിക്കലും മരണപ്പെടാത്തവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. സൃഷ്ടികളൊക്കെ മരിച്ചു പോകുന്നവരാണ്. അൽ ഖയ്യൂം, അവൻ അൽ ഖയ്യൂമാണ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും നിയന്ത്രിച്ചുകൊണ്ട് നിലകൊള്ളുന്നവൻ, എല്ലാറ്റിനും സംരക്ഷകനായി നിലകൊള്ളുന്നവൻ. അവനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഖയ്യൂമുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ നിയന്ത്രണമുള്ളവൻ, എല്ലാറ്റിനെയും നോക്കി സംരക്ഷിക്കുന്നവൻ. അവൻ്റെ ശ്രദ്ധ തെറ്റിപ്പോകുന്ന ഒരു സ്ഥലവും പ്രപഞ്ചത്തിലില്ല. അവൻ്റെ ശ്രദ്ധ ആവശ്യമില്ലാത്ത ഒരു വസ്തുവും പ്രപഞ്ചത്തിലില്ല. ശ്രദ്ധിക്കുക, ഖയ്യൂം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ആവശ്യമില്ലാത്ത ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിലില്ല. ആ വസ്തുക്കളിലേക്കൊക്കെ അള്ളാഹുവിൻ്റെ ശ്രദ്ധ എത്തുകയും ചെയ്യുന്നു. അവനിൽ നിന്നൊന്നും വിട്ടുപോകുന്നില്ല. അതാണ് അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ. എല്ലാറ്റിനെയും സംരക്ഷിച്ച് എല്ലാറ്റിനെയും നിയന്ത്രിച്ചുകൊണ്ട് നിലകൊള്ളുന്നവൻ. അതുകൊണ്ട് തന്നെ ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, ലാ തഅഖുദുഹു, അവനെ പിടികൂടുകയില്ല, സിനത്തുൻ, മയക്കം, വലാ നൗം, ഗാഢമായ ഉറക്കവും. അള്ളാഹുവിന് ഉറക്കം മാത്രമല്ല ഇല്ലാത്തത്, മയക്കവുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു നിലക്കുമുള്ള ക്ഷീണമില്ല. അത് സൃഷ്ടികൾക്കുള്ളതാണ്. അത് സൃഷ്ടികളുടെ കാര്യമാണ്. സ്രഷ്ടാവ് എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മയക്കവുമില്ല, ഉറക്കവുമില്ല. അള്ളാഹു എങ്ങാനും ഒന്ന് മയങ്ങിയാൽ, വലില്ലാഹിൽ മസലുൽ അല, അള്ളാഹുവിന് ഉന്നതമായ മിസാലുകളുണ്ട്. ഉദാഹരണത്തിന് വാഹനം ഓടിക്കുന്ന ഒരാൾ ഉറങ്ങിപ്പോയാൽ അപ്പോഴാണ് ആക്സിഡൻ്റ് ഉണ്ടാവുന്നത്. ഒന്നിനെ നിയന്ത്രിക്കുന്ന ആൾക്ക് മയക്കമോ ഉറക്കമോ വരാൻ പാടില്ല. എങ്കിൽ പ്രപഞ്ച സ്രഷ്ടാവ് മയങ്ങുകയോ ഉറങ്ങുകയോ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഇന്നല്ലാഹ യുംസിക്കു സ്സമാവാതി വൽ അർദ അൻ തസൂലാ വലഇൻ സാലതാ ഇൻ അംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദി. ആകാശഭൂമികളെ അവയുടെ സ്ഥാനത്ത് നിന്ന് തെറ്റാതെ പിടിച്ചു വെക്കുന്നവൻ അള്ളാഹുവാണ്. അതെങ്ങാനും തെറ്റിപ്പോയാൽ റബ്ബിന് പുറമെ ആര് നിങ്ങൾക്ക് പിടിച്ചു വെച്ച് തരും? ഒരു വലിയ പാറക്കഷ്ണം താങ്ങാൻ മനുഷ്യന് കഴിയില്ല. ഭൂമി ഒന്നാകെ ഇളകിയാൽ ആര് പിടിച്ചു വെക്കും? സൂര്യചന്ദ്ര നക്ഷത്രാദികൾ ഉതിർന്നു വീണാൽ ഏത് കൊട കൊണ്ട് അതിനെ തടയും? കഴിയില്ല. അങ്ങനെയുള്ള ഈ മഹാപ്രപഞ്ചത്തെ അവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവൻ ഉറക്കമില്ല, മയക്കമില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. എന്നാൽ ഇന്നത് വേറെ ഒരാളുടേതാണ് എന്ന് കാണിക്കാൻ കഴിയില്ല. അറൂനി മാദാ ഖലഖൂ മിനൽ അർദ് അം ലഹും ശിർക്കും ഫിസ് സമാവാത്, മറ്റുള്ളവർ ഭൂമിയിൽ നിന്ന് ആകാശലോകത്ത് നിന്ന് വല്ലതും സൃഷ്ടിച്ചത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? വല്ല പങ്കാളിത്തമുണ്ട്? ആർക്കെങ്കിലും ഷെയർ ഉണ്ടോ? മറ്റു പല കാര്യങ്ങളിലും ഷെയർ ഉണ്ട്, ഇതിൽ ഷെയർ ഇല്ല. അള്ളാഹുവിന് മാത്രമാണ്, ഒറ്റ ഉടമസ്ഥത മാത്രമേ ഉള്ളൂ. ഷെയർ ഇല്ല, കൂറുകാരില്ല, പങ്കുകാരില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ആരുണ്ട് അള്ളാഹുവിനോട് ശുപാർശ പറയാൻ? ഒരാൾക്ക് ശുപാർശ പറയണമെങ്കിൽ തന്നെ ആരോടാണോ ശുപാർശ പറയുന്നത് ആ ആൾ അനുവാദം കൊടുക്കണം. അങ്ങനെയുള്ളവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ മനുഷ്യർക്കിടയിലുള്ള ശുപാർശ അങ്ങനെയല്ല. ഒരു വേള ആരോടാണോ നാം ഒരു ശുപാർശ പറയുന്നത് ആ പറയപ്പെട്ട ആളേക്കാൾ പവറുള്ള ആളായിരിക്കും ഒരുപക്ഷെ ശുപാർശ ചോദിക്കുന്ന ആൾ. ചിലപ്പോൾ അയാളുടെ പവർ കൊണ്ട് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. കാരണം ഇന്ന ആളാണ് കൊടുക്കാൻ പറഞ്ഞത്, എനിക്കത് നിരസിക്കാൻ പറ്റൂല. അപ്പോൾ ശുപാർശ പറയുന്നവനാണ് പലപ്പോഴും ഭൂമിയിൽ വലുപ്പമുള്ളത്. എന്നാൽ റഹ്മാനായ റബ്ബിൻ്റെ അടുത്ത് അങ്ങനെയല്ല. അള്ളാഹുവിനേക്കാൾ വലുതായി ആരുമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു അറാബിയായ മനുഷ്യൻ കയറി വന്നിട്ട് പറഞ്ഞു, നബിയെ, മഴയില്ല, അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ താങ്കളുടെ ശുപാർശകനാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ വാക്ക് പറയരുത്, മറിച്ച് റബ്ബിനോട് നമ്മളാണ് ശുപാർശ പറയേണ്ടത്, അള്ളാഹു ആരോടും ശുപാർശ പറയില്ല. ആ വേർഡ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല മക്കാ മുശ്രിക്കുകൾ അടക്കം പല ആളുകളും മുസ്ലിമീങ്ങളിലെ ഒരു വലിയ ഭൂരിപക്ഷവും വിചാരിക്കുന്ന എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാത്തത് ഇന്നാലിന്ന് ഷെയ്ഖുമാർ, ബീവിമാർ, ഹോജമാർ, തങ്ങന്മാർ, ഔലിയാക്കന്മാർ ശുപാർശ പറയും.
അവരുടെ ശുപാർശയിലൂടെ പലർക്കും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു അതിന് നിർബന്ധിതനായിത്തീരും. ഒരാൾ നമസ്കരിച്ചിട്ടില്ലെങ്കിലും നോമ്പ് നോറ്റിട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരു ഷെയ്ഖിൻ്റെ മുരീദായാൽ ആ ഷെയ്ഖ് രക്ഷപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇക്കാര്യം മക്കാ മുശ്രിക്കുകളും പറഞ്ഞിരുന്നു. അവർ പറഞ്ഞു, ഹൗലായി ശുഫആഉന ഇൻദല്ലാഹ്, ഈ വിഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാകുന്നു. എന്നാൽ അത്തരം ശുപാർശ റബ്ബിൻ്റെ അടുത്തില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പെർമിഷൻ വേണം. മാത്രമല്ല, ആർക്കാണ് ശുപാർശ പറയേണ്ടത് എന്ന് ദുനിയാവിൽ ശുപാർശ ആവശ്യപ്പെട്ടവനാ തീരുമാനിക്കുക. ഇന്ന ആൾക്ക് വേണ്ടി ശുപാർശ പറയുന്ന ആളല്ല. എന്നാൽ റഹ്മാനായ റബ്ബ് തന്നെ പറയും, ഇന്ന ആൾക്ക് വേണ്ടി ഇന്ന ആൾ ശുപാർശ പറയണം. ആർക്ക് വേണ്ടിയെന്നും തീരുമാനിക്കുന്നത് അല്ലാഹു, ആര് പറയണമെന്ന് തീരുമാനിക്കുന്നതും അല്ലാഹു. അതാണ് ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ, ശുപാർശയുടെ മുഴുവൻ ആധിപത്യവും അല്ലാഹുവിൻ്റെ കൈകളിലാണ്. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തരം ശിർക്കിൽ നിന്നും ആളുകൾ മുക്തമാകും. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ളതും അവരുടെ പിറകിലുള്ളതും അല്ലാഹു അറിയുന്നു. അഥവാ അവരുടെ മാദി, കഴിഞ്ഞുപോയതും അല്ലാഹു അറിയുന്നു. വരാനിരിക്കുന്ന അവരുടെ മുസ്തഖ്ബിൽ, അവരുടെ ഫ്യൂച്ചറും അല്ലാഹു അറിയുന്നു. അല്ലാഹു അറിയാത്ത ഒന്നുമില്ല. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അദൃശ്യങ്ങളുടെ താക്കോലുകൾ റബ്ബിൻ്റെ കൈകളിലാണ്. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഗൈബ് റഹ്മാനായ റബ്ബിനാണ്. അതുകൊണ്ട് അല്ലാഹു അറിയാത്ത ഒന്നും തന്നെ ഇല്ല. മാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാതിൽ അർദി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഒരു ഇലയും കൊഴിയുന്നില്ല, ഒരു വിത്തും മണ്ണിനടിയിലേക്ക് പോകുന്നില്ല, അതിൽ നിന്ന് ഒന്നും തന്നെ മുളച്ചു പൊന്തുന്നുമില്ല. ഉണങ്ങിയതും പച്ചയായതുമായ ഒന്നും തന്നെയില്ല വ്യക്തമായ ഒരു കിതാബിലില്ലാതെ. അള്ളാഹുവിൽ നിന്നൊന്നും വിട്ടുപോവുകയില്ല. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാത്ത ഒന്നും അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്ന് നേടിയെടുക്കാൻ സൃഷ്ടികൾക്ക് കഴിയില്ല. ശ്രദ്ധിക്കുക, റഹ്മാനായ റബ്ബ് വഹയിലൂടെ അറിയിച്ച അറിവ് മാത്രമേ മനുഷ്യനുള്ളൂ. രണ്ടാമത്തത്, അള്ളാഹു മനുഷ്യൻ അനുവാദം കൊടുത്ത് അവൻ്റെ കൗനിയായ ഖദറായി നിശ്ചയിച്ച കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, ഹൃദയം കൊണ്ട് ആലോചിച്ച് ഗവേഷണം നടത്താനും അള്ളാഹു മനുഷ്യന് കഴിവ് നൽകി. അത് അള്ളാഹു നിശ്ചയിച്ചതാണ്. അതിനും പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറത്തേക്ക് കാണാൻ കഴിയില്ല, ഒരു പരിധിക്കപ്പുറത്ത് കേൾക്കാൻ കഴിയില്ല, ഒരു പരിധിക്കപ്പുറത്തുള്ളത് ചിന്തിക്കാനും കഴിയില്ല. ഒരു യുക്തിവാദി പറയും, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലും അല്ലാത്ത കൂട്ടത്തിലുമുള്ള യുക്തിവാദികൾ പറയും, ഞങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഞങ്ങൾ തള്ളും, നിഷേധിക്കും. ആ യുക്തിവാദിയോട്, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലും പുറത്തുമുള്ള യുക്തിവാദികളോട് നിങ്ങൾ ചോദിക്കൂ, നിങ്ങളുടെ കണ്ണിന് പരിധിയുണ്ടോ? അവർ അംഗീകരിക്കും അതെ. നിങ്ങളുടെ കാതിന് പരിധിയുണ്ടോ? അവരംഗീകരിക്കും അതെ. എങ്കിൽ മനുഷ്യൻ ചിന്തിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും ഉപയോഗിച്ചാണല്ലോ ചിന്തിക്കുന്നത്. ആ ചിന്തക്ക് പരിധിയില്ല എന്നും വൈരുദ്ധ്യമല്ലേ അത്? കണ്ണിന് പരിധിയുണ്ട് എന്ന് അംഗീകരിക്കുന്നു, കാതിന് പരിധിയുണ്ട് എന്ന് അംഗീകരിക്കുന്നു. അതിലൂടെ മാത്രം ലഭ്യമായ ഡാറ്റകളെ അനലൈസ് ചെയ്യുന്ന ഹൃദയത്തിന് പരിധിയില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം ഫൂളിഷ്നെസ്സാണ്, അങ്ങേയറ്റ വിഡ്ഢിത്തമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വഹബീബിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആയത്ത്, അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖറഅ ആയത്തൽ കുർസി ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ മക്തൂബ, ഓരോ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും ആരെങ്കിലും ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്ത്, സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് അദ്ദേഹത്തിന് തടസ്സമാകുന്നത് മരിക്കുക എന്നത് മാത്രമാണ്. അത്രമാത്രം സ്വർഗം ഉറപ്പുവരുത്തുന്ന അമലുകളിൽപ്പെട്ട ഒരു അമലാണ് ആയത്തുൽ കുർസിയുടെ പാരായണം. കഴിഞ്ഞ ദർസിൽ ആയത്തുൽ കുർസി ഉൾക്കൊള്ളുന്ന ആശയം
അതിൻ്റെ പകുതിയോളം ഭാഗങ്ങൾ നമ്മൾ വിശദീകരിച്ചു. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ മനുഷ്യർക്ക് ഒന്നും കണ്ടെത്തുക സാധ്യമല്ല. ഒന്നുകിൽ അള്ളാഹു വഹയിലൂടെ അറിയിക്കണം, അല്ലെങ്കിൽ മനുഷ്യന് അള്ളാഹു നൽകിയ കഴിവുകളിലൂടെ അവൻ കണ്ടെത്തണം. എന്നാൽ ആ കഴിവുകൾക്കപ്പുറത്തുള്ളത് കണ്ടെത്താനോ ആ വിഷയത്തിൽ നിഗമനങ്ങളിലെത്താനോ മനുഷ്യന് സാധ്യമല്ല എന്ന് അള്ളാഹു തീർത്തു പറയുന്നു. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ്. അള്ളാഹുവിൻ്റെ കുർസി ആകാശഭൂമികളെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിരിക്കുന്നു. എന്താണ് അള്ളാഹുവിൻ്റെ കുർസി എന്ന് പറഞ്ഞാൽ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ട റിവായത്തിൽ കാണാം, മൗദിഉ ഖദമൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ട് കാലു വെക്കുന്ന സ്ഥലമാണ്. മൗദിഉ ഖദമൈഹി, അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കാലുണ്ട് എന്ന് നമുക്ക് ലഭിക്കുന്നു. പക്ഷേ അതിൻ്റെ കൈഫിയത്ത് എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. സൃഷ്ടികളോട് ഉപമിക്കാൻ പാടില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. ഒന്നിനോടും അതിനെ ഉപമപ്പെടുത്തി ചിന്തിക്കാൻ പോലും പാടില്ല. നമ്മുടെ മനസ്സിലേക്ക് വന്നാലും അതിനെ സ്ഥിരപ്പെടുത്തരുത്. മറിച്ച് അപ്പോഴൊക്കെ നമ്മൾ പറയേണ്ടത് ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ ഒന്നുമില്ല. അതുകൊണ്ട് എൻ്റെ ഭാവന അത് യാഥാർത്ഥ്യമായ ഭാവനയല്ല എന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കുർസി എന്ന് പറയുന്നത് പോലും ആകാശലോകങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ്. ആ ആകാശലോകങ്ങളുടെ വലിപ്പം എത്രയാണ് എന്ന് പോലും നമുക്കറിയില്ല. അതിൻ്റെ വിശാലതയെക്കുറിച്ച് സ്വഹീഹായ അസറുകളിൽ വന്നിട്ടുള്ളത്, ഈ കുർസി, ആ കുർസിയിൽ ആകാശലോകങ്ങളെയും ഭൂമിയെയും വെച്ചാൽ ഒരു വലിയ മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരം വെച്ചതുപോലെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പോൾ കുർസിയുടെ വലിപ്പം എത്രയാണ്? അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് കുർസി എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ആകാശലോകങ്ങളെ, ഈ മഹാപ്രപഞ്ചത്തെ മുഴുവൻ കൊണ്ടുപോയി കുർസിയിൽ വെച്ചാൽ വലിയ ഒരു മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരമിട്ടതുപോലെ കാണാൻ പോലും ഉണ്ടാവൂല എന്ന്. ഈ കുർസിയെ അർശിൽ വെച്ചാലോ അതേപോലെയാണെന്ന്. ഈ കുർസീനെ അർശിൽ വെച്ചാൽ വലിയ ഒരു മരുഭൂമിയിൽ ചെറിയൊരു മോതിരമിട്ടതുപോലെ ഉണ്ടാവുള്ളൂ ഈ കുർസിയുടെ വലിപ്പം അർശിനെ അപേക്ഷിച്ച്. അപ്പോൾ അർശിൻ്റെ വലിപ്പം എത്രയാണ്? അതും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അതാണ് ഇവിടെ പറയുന്നത് വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ്. അള്ളാഹുവിൻ്റെ കുർസി എന്ന് പറയുന്നത് ആകാശലോകങ്ങളെ, ഭൂമിയെ മുഴുവൻ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ്. വലാ യഊദുഹു ഹിഫ്ളുഹുമാ, ഇത് രണ്ടിനെയും സംരക്ഷിക്കൽ അള്ളാഹുവിനൊരു ക്ഷീണമുണ്ടാക്കുന്ന കാര്യമേ അല്ല. ആകാശങ്ങളെയും ഭൂമിയെയും സംരക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല. വഹുവൽ അലിയുൽ അദീം, അള്ളാഹു അത്യുന്നതനും മഹത്വമേറിയവനുമാകുന്നു. അല്ല, അലി എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ നിന്ന് മേലെ നിൽക്കുന്നവൻ. ദാത്ത് കൊണ്ടും സിഫാത്ത് കൊണ്ടും അഫ്ആലുകൾ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ നിന്ന് മേലെയാണ്. വഹുവൽ അലിയു അൽ അദീമു, മഹത്വമേറിയവനാണ്. ദുൽ അളമ, എല്ലാ മഹത്വങ്ങളുടെയും ഉടമസ്ഥൻ, ഔന്നിത്യത്തിൻ്റെ ഉടമസ്ഥൻ അവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ തൗഹീദിൻ്റെ 3 ഇനങ്ങൾ, തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, ഈ 3 തൗഹീദും ഇതിലുണ്ട്. ശിർക്ക് കടന്നു വരാവുന്ന മുഴുവൻ വാതിലുകളെയും ഈ ആയത്ത് അടച്ചു കളയുന്നു. ഈ ആയത്തിനെ മനസ്സിരുത്തി പഠിക്കുന്ന ഒരാളും പിന്നെ അള്ളാഹു അല്ലാത്ത ഒരാളിലേക്കും തിരിയുകയില്ല. അള്ളാഹു അല്ലാത്ത ഒരാളോടും ഇസ്തിഗാസ നടത്തുകയില്ല. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നേർച്ച നേരുകയില്ല. അള്ളാഹു അല്ലാത്ത ഒരാളുടെ പേരിലും സത്യം ചെയ്തു പറയുകയില്ല. അള്ളാഹു അല്ലാത്ത ഒരാളെയും വിഷമഘട്ടങ്ങളിൽ അവർ വിളിച്ചു പ്രാർത്ഥിക്കുകയുമില്ല.
അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്താണ് ആയത്തുൽ കുർസി എന്ന് പറയാനുള്ള കാരണം. ഈ ഒരു ഹദീസിനെക്കുറിച്ച് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സാദുൽ മആദിൽ രേഖപ്പെടുത്തുന്നത്, എൻ്റെ ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത് ഞാൻ കേട്ടു, മാ തറക്തുഹ അഖീബ കുല്ലി സ്വലാത്തിൻ, ഒരു നമസ്കാര ശേഷവും ഞാനിത് പറയാതെ പോയിട്ടില്ല, ഞാനിത് ഉപേക്ഷിച്ചിട്ടില്ല. കാരണം ഏത് നമസ്കാര ശേഷവും ഇത് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അയാൾക്കുള്ള തടസ്സം മരണമാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം സ്വർഗം നേടിത്തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. എല്ലാ നമസ്കാര ശേഷവും ഞാൻ ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ട് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നു. അവിടെ സ്വാഭാവികമായും ആളുകളുടെ മനസ്സിലൊരു സംശയമുണ്ടാകും. മനുഷ്യന്മാർ ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ എല്ലാ വഖ്ത് നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതിയാൽ സ്വർഗത്തിലങ്ങ് കടന്നു കളയാം എന്ന് ഈ ഹദീസിനെയോ ഇത്തരം ഹദീസുകളെയോ മനസ്സിലാക്കരുത്. മറിച്ച് ഈ ആയത്ത് നിലനിർത്തണം. അതാണ് ഇസ്ലാമിലെ ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ നിലനിർത്തലാണ്, വെറും പാരായണമല്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഈ വിഷയം ചോദിക്കപ്പെട്ടു. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ മഅന എന്താണ്? ഇങ്ങനെ എല്ലാ നമസ്കാര ശേഷവും ഇതങ്ങ് പാരായണം ചെയ്താൽ സ്വർഗം ഉറപ്പാണ് എന്നാണോ? അദ്ദേഹം പറഞ്ഞു, യുസ്തഹബ്ബു ബഅദ സ്വലാഹ് ബഅദ തസ്ബീഹി വത്തഹ്ലീലി ഖിറാഅത്തു ആയത്തിൽ കുർസി വയുർജാ ലഹു ബിദാലിക ദുഖൂലൽ ജന്ന ഇദസ്തഖാമ. സ്വർഗത്തിലുള്ള പ്രവേശനം ആ വ്യക്തിക്ക് നമുക്ക് പ്രതീക്ഷിക്കാം, പക്ഷേ ബിശർത്ത് ഇദസ്തഖാമ, ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കണം. സിറാത്തുൽ മുസ്തഖീമിൽ നിലകൊള്ളുന്ന ആളായിരിക്കണം. ഇദസ്തഖാമ അലാ ദീനി വഹാഫള അലാ ദീനി യുർജാ ലഹു ദുഖൂലുൽ ജന്ന. ദീനിനെ സംരക്ഷിക്കണം, തൗഹീദിനെ സംരക്ഷിക്കണം, മറ്റു ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ സ്വർഗപ്രവേശനം എളുപ്പമാക്കും എന്നാണ് അർത്ഥമാക്കേണ്ടത്. അതല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചാൽ ഇത് ലഭിക്കും എന്ന അർത്ഥത്തിലല്ല. ഫഇദാ ഹാഫള അലാ മാ ഔജബല്ലാഹു അലൈഹി, ആ വ്യക്തിയുടെ മേൽ അള്ളാഹു വാജിബാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യുകയും വതറക മാ ഹറമല്ലാഹു അലൈഹി, അള്ളാഹു ഹറാമാക്കിയതൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്താൽ വഖറഅ ആയത്തുൽ കുർസി, എന്നിട്ട് ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയും ചെയ്താൽ കുല്ലു ഹാദാ മിൻ അസ്ബാബി ദുഖൂലിൽ ജന്ന ഇദാ ഖറഅഹാ ബഅദ കുല്ലി സ്വലാത്ത്. അപ്പോൾ ഓരോ നമസ്കാര ശേഷവും ഇത് ചൊല്ലിയാൽ ഇതൊരു വലിയ കാരണമായി തീരും, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കി തീർക്കും. അതുകൊണ്ട് തന്നെ വഞ്ചിതരാവരുത് ഇത്തരത്തിലുള്ള ഹദീസുകളിലൂടെ. മറിച്ച് അള്ളാഹു നിഷിദ്ധമാക്കിയതൊക്കെ നിഷിദ്ധമായി കരുതുകയും അതിനെ ഉപേക്ഷിക്കുകയും അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഹദീസിലുള്ള രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഫിഖ്ഹിയായ ഒരു മസ്അല, എങ്ങനെ ഇതേപോലെ നമ്മൾ ഇടക്ക് വെച്ച് ആയത്തുകൾ ഓതുമ്പോൾ ഇസ്തിആദയും ബസ്മലയും ആവശ്യമുണ്ടോ? സാധാരണ നിലക്ക് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അതേപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പാരായണം ചെയ്തുകൊണ്ടാണല്ലോ ഓതുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള സന്ദർഭങ്ങളിൽ ഓതുന്ന ആയത്തുകൾ ഖുർആനിൻ്റെ ഇടക്ക് വെച്ചാണ് നമ്മൾ ഓതുന്നത്, ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നിന്നല്ല ഓതുന്നത്. അവിടെ ഇസ്തിആദയും ബസ്മലയും ആവശ്യമുണ്ടോ? അവിടെ നമ്മൾ മനസ്സിലാക്കുക, ഉലമാക്കൾ വിശദീകരിച്ചു. അജ്മഅൽ ഉലമാ, അൽ മൗസൂഅത്തുൽ ഫിഖ്ഹിയയിൽ വന്നിട്ടുള്ള വാക്കുകളാണ്. അജ്മഅൽ ഉലമാഉ അലാ അന്നൽ ഇസ്തിആദത ലൈസത് മിനൽ ഖുർആനിൽ കരീം വലാകിന്നഹാ തുത്ലബു ലിഖിറാഅതിഹി لأن قراءته من أعظم الطاعات وسعي الشيطان للصد عنها أبلغ وذهب جمهور الفقهاء إلى أنها سنة وعن عطاء والثوري أنها واجبة أخذا بظاهر قوله تعالى فإذا قرأت القرآن فاستعذ بالله ولمواظبته عليه الصلاة والسلام عليها ولأنها تدرأ شر الشيطان وما لا يتم الواجب إلا به فهو واجب
വഹ്തജ്ജൽ ജുംഹൂറു ബിഅന്നൽ അംറ ലിന്നദ്ബ് വസറഫഹു അനിൽ വുജൂബി ഇജ്മാഉ സലഫി അലാ സുന്നിയ്യതിഹി ഇൻതഹ. ഈ ഫിഖ്ഹിൻ്റെ മൗസൂഅയിൽ പറയുന്നത്, അതിൻ്റെ വാള്യങ്ങളിൽ വിശദീകരിക്കുന്നത്, ഒരാൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് എവിടെ നിന്നെങ്കിലും പാരായണം ചെയ്യുകയാണെങ്കിൽ അഊദു ഓതൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന സുന്നത്താണ്. കാരണം പരിശുദ്ധ ഖുർആനിലുണ്ട്, ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടണം. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ഏതു ഭാഗത്തു നിന്നും ഓതേണ്ടത്. അപ്പോൾ ഇത് അങ്ങേയറ്റത്തെ സുന്നത്താണ് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ, മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ വാജിബാണ് എന്ന് വരെ പറഞ്ഞു. എന്തുകൊണ്ടാണത്? കാരണം പിശാചിനെ അകറ്റുക എന്നുള്ളത് വാജിബാണ്, അതിൽ സംശയമില്ല. അപ്പോൾ ഏതൊരു വാജിബ് പൂർത്തീകരിക്കാൻ മറ്റൊന്നാവശ്യമാണോ അതും വാജിബായിത്തീരും. അപ്പോൾ ഇസ്തിആദ വാജിബായിത്തീരും. കാരണം പിശാചിനെ അകറ്റൽ വാജിബാണെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നതും വാജിബാണ് എന്നൊരഭിപ്രായം പറഞ്ഞവരുമുണ്ട്. എന്നാൽ കൂടുതൽ ശരിയായത്, കൂടുതൽ റാജിഹായിട്ടുള്ളത് സുന്നത്തുൻ മുഅക്കദയാണ്. നമ്മൾ ഏത് ഭാഗത്തു നിന്ന് ഓതുമ്പോഴും വളരെ നല്ലതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയൽ. എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണമോ? അവിടെ ഉലമാക്കൾക്കിടയിൽ വളരെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞതിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ രണ്ടാമത്തതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഖുർആനിലെ ഒരു ആയത്താണ്. അത് എല്ലാ അധ്യായങ്ങളുടെയും തുടക്കത്തിൽ വേറെ തന്നെ വന്നിട്ടുള്ള ആയത്താണ്. അതുകൊണ്ട് ഒരു ചാപ്റ്റർ തുടങ്ങുകയാണെങ്കിൽ മാത്രം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഇടയിൽ വെച്ച് ഓതുമ്പോൾ അത് ഓതേണ്ടതില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സഹാബികളിൽ നിന്നോ അങ്ങനെ കാണുക സാധ്യമല്ല എന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്. കാരണം എന്താണ്? അത് ഒരു ആയത്തായി തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഓതുമ്പോൾ ഒരായത്ത് എന്നുള്ള നിലക്കാണോ അതിനെ ഓതുന്നത്, ആ നിലക്കുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. അത് ഒരായത്തായി തീരുന്നത് എല്ലാ സൂറത്തിൻ്റെയും തുടക്കത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇസ്തിആദ ഖുർആനിൽ സ്ഥിരപ്പെട്ടതാണ്, എന്നാൽ ബസ്മല സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. അതേസമയത്തൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലുണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിൻ്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക. അപ്പോൾ എപ്പോൾ വായന തുടങ്ങുമ്പോഴും ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് ബിസ്മില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. മഹാനായ ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, യജൂസു ഫിൽ ഇബ്തിദാഇ ബി ഔസാത്തി സുവരി മുത്ലഖൻ സിവ ബറാഅ അൽ ബസ്മല വഅദമുഹ ലികുല്ലിൻ മിനൽ ഖുറാഇ തഖയ്യുറാ. അത് കാര്യങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം, ഓതാം ഓതാതിരിക്കാം, കുഴപ്പമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഓതുകയും ചെയ്യാം, ഓതാതിരിക്കാം. എന്നാൽ ബറാഅയുടെ തുടക്കത്തിൽ, സൂറത്തു തൗബയുടെ തുടക്കത്തിലോ ഇനി സൂറത്തു തൗബയിൽ തന്നെ അതെവിടുന്ന് ഓതുമ്പോഴും ബിസ്മി ഓതേണ്ടതില്ല എന്ന അഭിപ്രായമാണ് പല പണ്ഡിതന്മാർക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ സൂറത്തു തൗബ ഒഴികെയുള്ള വേറെ ഏത് സൂറത്തും ഓതുമ്പോൾ അത് ഇടയിൽ വെച്ച് ഓതുകയാണെങ്കിലും ബിസ്മില്ല എന്ന് ഓതുകയോ ഓതാതിരിക്കുകയോ ചെയ്യാം. അത് കാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാകുന്നു എന്ന് ഉലമാക്കൾ വ്യക്തമാക്കി. അതേസമയത്ത് ഇവിടെ ദഖീഖായ വളരെ വളരെ നല്ല ഒരു പോയിൻ്റ് ഉലമാക്കൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുകൂടി ഓതേണ്ടി വരും. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഉലമാക്കൾ പറഞ്ഞു, നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് മാത്രം പറഞ്ഞ് പിന്നെ ഓതുന്ന ഭാഗം അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ഓതരുത്. അവിടെ ഒന്നെങ്കിൽ രണ്ടും ഓതാതിരിക്കുക, അല്ലെങ്കിൽ ബിസ്മി കൂടി ചേർത്തോതണം. ഉദാഹരണത്തിന് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു, അവനാകുന്നു ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നത്. അങ്ങനൊരു
മഅന അവിടെ വരാൻ സാധ്യതയുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ, അങ്ങനെ വരരുത്. അതേപോലെ തന്നെ ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്, ആയത്തുൽ കുർസി പാരായണം ചെയ്യുമ്പോഴും അഊദു മാത്രം ഓതരുത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അല്ലാഹു. കാരണം അറബി ഭാഷയിൽ ഒരു സിഫത്ത് പറഞ്ഞു പിന്നെ ഇസ്മു പറഞ്ഞാൽ അത് ഈ ഇസ്മിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് എന്ന ഒരു മഅനയാണ് വരിക. അങ്ങനെ ഒരു മഅന വരാൻ പാടില്ല. ശപിക്കപ്പെട്ട പിശാച് അല്ലാഹുവാകുന്നു, അവനല്ലാതെ ആരാധ്യനില്ല എന്നൊരർത്ഥം വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പിശാചിനെക്കുറിച്ച് പറഞ്ഞ ഉടനെ തന്നെ അള്ളാഹുവിൻ്റെ ഇസ്മോ അള്ളാഹുവിൻ്റെ സിഫാത്തുകളോ ആണ് പറയുന്നതെങ്കിൽ ബിസ്മിക്ക് ശേഷം ആയത്ത് തുടങ്ങുക. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇല്ലെങ്കിൽ രണ്ടും ചൊല്ലാതെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അതൊരു അദബാണ്, ഒരു മര്യാദയാണ്. അത് തെറ്റിച്ചു എന്നതുകൊണ്ട് അയാൾ ഒരു ഹറാമ് ചെയ്തു എന്ന് പറയൂല, പക്ഷേ ഖിറാഅത്തിൻ്റെ അദബിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ ബിസ്മി ഓതിയതിന് ശേഷം ഷെയ്ത്താനിനെ കുറിച്ചുള്ള പരാമർശം വന്നാലോ അപ്പോൾ അഊദുവിൽ മതിയാക്കലാണ് ഖൈർ, ബിസ്മി ഓതേണ്ടതില്ല. ഉദാഹരണത്തിന് അഊദു ബില്ലാഹി, ഉദാഹരണത്തിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശ. അവിടെ റഹ്മാനുർ റഹീം അശ്ശൈത്താൻ, അത് ഷെയ്ത്താൻ്റെ വസ്ഫായി വരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി തീർക്കും. അതേപോലെ ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം ലഅനഹുല്ലാഹ്, ലഅനഹുല്ലാഹ് എന്നൊരായത്. അങ്ങനെ വരാതിരിക്കാൻ അത് അർത്ഥം അറിയുമ്പോഴാണ് ശ്രദ്ധിക്കാൻ പറ്റുന്നത്. എന്നാൽ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിലാണെങ്കിൽ ഇതൊന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ട് അവിടെ ബിസ്മി ധൈര്യമായിട്ട് ഓതാം. അല്ലാത്തിടങ്ങളിൽ ബിസ്മി ഓതുന്നിടത്തും അതേപോലെ തന്നെ ഇസ്തിആദ നടത്തുന്നിടത്തും അർത്ഥത്തെക്കുറിച്ചുള്ളൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണമെന്ന് ഉലമാക്കൾ വ്യക്തമാക്കി തന്നിരിക്കുന്നു. അല്ലാഹു തബാറക വ തആല ആലം. അതുകൊണ്ട് ആ നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് മറ്റു അദ്കാറുകളെക്കുറിച്ചും സൂറത്തുകളെക്കുറിച്ചും നമസ്കാര ശേഷമുള്ളത് അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ദീനിൽ ഇൽമും ഫിഖ്ഹും ഫഹ്മും നേടിയെടുക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.